മുതുപിലക്കാട് പാർത്ഥാസാരഥി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ ക്ഷേത്രത്തിന് സമീപത്താണ് ഞാനുള്ളത്. ഇവിടുത്തെ സ്ഥിരം പൂജാരിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനാണ് ഇതിൻ്റെ ആദ്യമായിട്ട് ഈ വിഗ്രഹം കിട്ടുന്നതും എല്ലാ കാര്യങ്ങളും. ഇപ്പോഴും പാർത്ഥാസാരഥി ക്ഷേത്രത്തിന് വേണ്ടി ഇവിടെ ദിവസവും വിളക്ക് കത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. മുതുപിലക്കാട് എന്ന് പറഞ്ഞ ക്ഷേത്രവുമായിട്ട് എന്താണ് ഇതിന് ബന്ധം? ക്ഷേത്രമായിട്ടുള്ള ബന്ധം ഇത് മൂലസ്ഥാനമാണ്. അത് ഭഗവാനെ ഇരുന്ന സ്ഥലം ഇതാണ്. ഇവിടുന്ന് എൻ്റെ വീട്ടിലെ ഒരു സ്ത്രീയാണ് എടുത്തു കൊടുത്തത്. അതിൻ്റെ പേരിലാണ് ഇത് മൂലസ്ഥാനമായിട്ട് അറിയപ്പെടുന്നതും. ആ അമ്മമ്മയുടെ ആവാസ സ്ഥലം ഇതെന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ കാലാകാലങ്ങളായി വിളക്ക് കത്തിക്കുന്നത്. മുതുപിലെ പാട് എന്നുള്ളതാണോ ഈ മുതുപിൽ? പാടുന്ന ആൾക്കാർ ഇങ്ങനെ പറയുന്നു, അതിൻ്റെ നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് 300 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. 300 വർഷത്തിൽ കൂടുതലായിട്ടില്ല ഈ കഥകൾ നടക്കുന്നത്. അല്ലാതെ ഒരുപാട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നടന്ന സംഭവമല്ലേ. ഇതെല്ലാം എൻ്റെ വീട്ടിലുള്ള എൻ്റെ അപ്പൂപ്പനും മറ്റും പറഞ്ഞിട്ടുള്ള അറിവാണ് എനിക്ക്. അന്ന് മുതൽ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ അങ്ങാണ്. അന്ന് വിളക്ക് കത്തിക്കുന്നത് ഞങ്ങളാണെന്ന് മാത്രമല്ല, ഇത് അമ്പലത്തിൽ നിന്ന് എടുത്ത് വിളക്ക് കത്തിക്കാൻ ഒരു ആലോചനയൊക്കെ ഉണ്ടായി. അമ്പലത്തിനടുത്ത് വിളക്ക് കത്തിച്ചിട്ട് ഇവിടെ ഒരു നല്ല രീതിയിലൊക്കെ വികസനമൊക്കെ ഉണ്ടാക്കി അമ്പലത്തിൻ്റെ ഒരു ഉപക്ഷേത്രമായിട്ട് കണക്കാക്കാം. ഇപ്പോഴും ഉപക്ഷേത്രം തന്നെ. കാരണം ഭഗവാന് ഇവിടെ ആയിരുന്നത്. ഇവിടെ നിന്നാണ് എടുത്തു കൊടുത്തത്. എൻ്റെ വീട്ടിലെ ഒരു അമ്മമ്മ ചവറിറക്കാൻ വന്നോടനെ ഇരുമ്പിന് മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു കല്ലിനകത്ത് തേക്കുകയും ഇരുമ്പിന് മൂർച്ച കൂട്ടാൻ തേക്കുകയും അവിടെ നിന്ന് രക്തം വരികയും ചെയ്തു. അവർ പരിഭ്രാന്തിക്ക് വിളക്ക് വിളിച്ചു കൂവിയ ഉടനെ നാട്ടുകാർ മൊത്തം കൂടി അവർ വന്നിട്ടാണ് പിന്നെ ഇവിടെ നിന്നാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം കൊണ്ടുപോകുന്നത്. ആ വിഗ്രഹം ഇപ്പോഴില്ല. നിലവിലുള്ള വിഗ്രഹം അതല്ല. നേരത്തെ ഉണ്ടായിരുന്ന വിഗ്രഹം ആ ക്ഷേത്രക്കുളത്തിനകത്ത് കിടപ്പുണ്ട്. ക്ഷേത്രത്തിന്റെ ഇടക്കേശുള്ള കുളത്തിനകത്ത് എടുത്തിട്ടിരിക്കുക. മുൻപിരുന്നവര് പേരിന് വേണ്ടി മുൻപിരുന്നവര് രാഷ്ട്രീയമാർഗത്ത് കൈകാര്യം ചെയ്യുന്നത്. ഇനി നമ്മൾ ഉദ്ദേശിച്ച അങ്ങനെ അല്ല. നമ്മൾ തികച്ചും ആത്മീയപരമായ ചിന്തയിലൂടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലൂടെ ഒരു ഭരണ സംവിധാനം ഉദ്ദേശിക്കുന്നേ. ഭക്തജനങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന ക്ഷേത്രത്തിൽ ആചാരങ്ങൾ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേക സേവനം ചെയ്യുന്ന ഒരു ഭരണസമിതി, എല്ലാം സേവിക്കുക, ഭഗവാനെ സേവിക്കുന്ന ഒരു ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു ഭരണസമിതിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്.